ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. പേരാണ് ആസ്റ്റർ ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയും. ഇതിൽ തന്നെ പല വെറൈറ്റി കളേഴ്സുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഡെയ്സി പ്ലാന്റിൻ്റെ ഒരു സാമ്യം തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതേപോലെ നമ്മളെ ജമന്തി ചെടികളെ പോലെയൊക്കെ തന്നെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി. ചെറിയ പൂക്കളായിരിക്കും, നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. നേരത്തെ കണ്ട നല്ല അടുക്ക് നിറയെ ഇതളുകളുള്ള പൂക്കളാണെങ്കിൽ ഇത് സിംഗിൾ പെറ്റൽസുള്ള ഫ്ലവറിങ് തരുന്ന ചെടികളാണ്. അതിൻ്റെ തൈകൾ നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂക്കൾ വന്നു തുടങ്ങിയിട്ടുള്ള തൈകളാണ്. അതിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റി നമ്മൾ തൈ നട്ടുകൊടുത്ത് വളർന്നു വരുന്നതാണ്. ഇത് നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പോട്ടുകൾ മതിയാവും. അതേപോലെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണ് ചെടികൾ വളരുക, പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യുക. ഓരോ മഴേൻ്റെ ആവശ്യമില്ല. നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാറാണ്. പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഫ്ലവറിങ് സീസണാണ്. ഇതേപോലെ ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ 2-3 മാസം അതിൽ പൂക്കൾ നിറഞ്ഞിരിക്കും. പിന്നീട് അടുത്ത ഫ്ലവറിങ് ആവാൻ 1-2 മാസം കഴിഞ്ഞ് വീണ്ടും ഫ്ലവറിങ് ആവും. അപ്പോൾ ഇതിൻ്റെ തൈകൾ നടാൻ വേണ്ടി 2 പോട്ടുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഇതേപോലെ മുളച്ച് വരുന്ന തൈകൾ കാണാം. അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെയൊക്കെ ചോട്ടിൽ നിറയെ തൈകളുണ്ട്. ഈ തൈകളാണ് നമ്മൾ പറിച്ച് മാറ്റി നട്ട് കൊടുക്കുന്നത്. വലിപ്പമെത്തിയ തൈകൾ നോക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് തൈകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. വേരടക്കം ഇതേപോലെ കിട്ടും നമുക്ക്. ഓരോ തൈകളും ഈ ഒരു പോട്ടിലേ വയ്ക്കുകയാണ്. മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സാണ്. ഇതിലേക്കാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നീട് അത് നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും. വളരെ ഈസിയാണ് പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 വെറൈറ്റികൾ നമ്മൾ 3 പോട്ടിൽ 3 തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.